ഋഷിൻ ആദ്യമായി അവളുടെ നേരെ ദേഷ്യപ്പെട്ടു. അതോടെ ശ്രീലക്ഷ്മി മിണ്ടാതെ മാറി നിന്നു. അപ്പോഴും അവളുടെ ഉള്ളിൽ ആ ചോദ്യമുണ്ടായിരുന്നു, നിനക്കെങ്ങനെ അവളെ രക്ഷിക്കാനാവും? ഋഷിൻ ഒരു ടവലെടുത്ത് ആരതിയുടെ വായ വൃത്തിയാക്കിയ ശേഷം ആ ഡോക്ടറോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അലർജിക്കുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്യും ഡോക്ടർ. ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ അത് നൽകി. അല്പം കഴിഞ്ഞ് ഭവീൻ തിരിച്ചെത്തിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് മുൻപ് എന്തെങ്കിലും മരുന്ന് കഴിച്ചതിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഭവീൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. അത്രയൊക്കെ ആയിട്ടും ഡോക്ടർ ആരതി രക്ഷപ്പെടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഋഷിൻ എന്തെങ്കിലും അബദ്ധം ചെയ്ത് അവസാനം അവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് ശ്രീലക്ഷ്മിക്ക് വീണ്ടും പേടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൾ രണ്ടും കൽപ്പിച്ച് ഭവീന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഋഷിൻ ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടെന്ന് എനിക്കറിയില്ല. അവരെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പാടാക്കുന്നതായിരിക്കും നല്ലത്. അവൾ പറഞ്ഞു. ഭവീൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഋഷി എന്തോ അബദ്ധം ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ജിതിനും പരിഭ്രമത്തോടെ പറഞ്ഞു. വീണ്ടും അവർ അങ്ങനെ വന്ന് പറയുന്നത് കേട്ട് ഭവീന് ദേഷ്യം വന്നു തുടങ്ങി. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കെ, ഭവീൻ ഒച്ചയെടുത്തു. ഋഷി എന്തെങ്കിലും അബദ്ധം കാണിച്ച് എന്റെ ഭാര്യയെ കൊല്ലുമെന്ന് നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നു. നിങ്ങളുടെ കൺസേണിന് നന്ദി. പക്ഷേ ഇവിടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? അവൾക്ക് 1 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആംബുലൻസ് എത്ര വേഗത്തിൽ വന്നാലും അതിൽ തിരിച്ചു കൊണ്ടുപോയി എന്റെ ആരതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല. അതിനുള്ള സമയമില്ല. അത് നിങ്ങൾക്കും അറിയാം. അപ്പോ എനിക്കിപ്പോ ഋഷിയെ വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തില്ല. പ്ലീസ്, ഇപ്പോ എന്നെ സഹായിക്കാൻ വന്ന ഋഷിയെ മനസമാധാനത്തിൽ ജോലി ചെയ്യാൻ സമ്മതിക്കൂ. ഞങ്ങൾക്ക് ഇതിൽ ശ്രദ്ധ കൊടുക്കണം. ഭവീൻ അവരെ നോക്കി കൈകൂപ്പി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഞെട്ടി ഋഷിനെ നോക്കി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊരു ഭയം അപ്പോഴും അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ആരതിയുടെ ജീവൻ എന്തെങ്കിലും അപകടമുണ്ടായാലും ആരെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ലെന്ന് ഭവീൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ളവർ ഒന്ന് ശ്വാസം വിട്ടത്. അതിനുശേഷം ഋഷിനെ തടയാൻ ആരും വന്നില്ല. എന്നാൽ ഭവീന്റെ വാക്കുകൾ കേട്ട് ശ്രീലക്ഷ്മി ഞെട്ടി ഋഷിനെ നോക്കി. ഋഷി എന്റെ സ്വന്തം ഭർത്താവാണ്. പക്ഷേ എനിക്കവനെ പൂർണ്ണമായി ഇതുവരെ വിശ്വാസമില്ല. പക്ഷേ പ്രയാഗയുടെ ജ്വല്ലറിൽ ഒരു പ്രശ്നം വന്നപ്പോൾ പ്രയാഗ് അവനെ പൂർണ്ണമായും വിശ്വസിച്ചു. അതുപോലെ തന്നെ ഇത്രയും അപകടം നിറഞ്ഞ അവസ്ഥയിലും ഭവീൻ ഋഷിയെ വിശ്വസിക്കുന്നു. ഈ ഭവീൻ ഋഷിയെ പരിചയപ്പെട്ടിട്ട് എത്ര സമയമായി? പരമാവധി 2-3 മണിക്കൂർ. എന്നിട്ടും അവർ അവനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതേസമയം ഞാനോ? ഋഷിന്റെയും എന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എനിക്കിപ്പോഴും അവനെ പല കാര്യത്തിലും സംശയമാണ്. എനിക്കിതുവരെ ഋഷിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ശ്രീലക്ഷ്മി കുറ്റബോധത്തോടെ സ്വയം ചിന്തിച്ചു. അപ്പോഴേക്കും ഭവീൻ കൊണ്ടുവന്ന ചെടികളും എടുത്ത് ഋഷൻ ക്യാമ്പിന് നേരെ നീങ്ങി. അവരുടെ അവസ്ഥ പെട്ടെന്ന് ഭേദമാവണമെങ്കിൽ ഒരു മരുന്ന് കൂട്ടുണ്ടാക്കണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് ഇതിന്. ഇവിടെ പാചകം ചെയ്യാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെ? ഋഷൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. പാചകപാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തിരുന്ന ഒരാൾ ചൂണ്ടിക്കാണിച്ചു. ഋഷി, നിനക്ക് ഈ പച്ചമരുന്ന് ഉണ്ടാക്കാൻ അറിയോ? ഭവീൻ ഭയത്തോടെ ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്നവർ അതോടെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. ഇവനെന്താ വൈദ്യനാണോ? ഈ പച്ചില കൊണ്ടൊക്കെ മരുന്നുണ്ടാക്കാൻ ഇവനുണ്ടോ അറിയുന്നു? ഭവീൻ സാർ അവനെ ധൃതി പിടിച്ച് വിശ്വസിച്ചു എന്ന് തോന്നുന്നു. ഇതിപ്പോ ഇവനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ദൈവം ഭവീൻ സാറിന്റെ ഭാര്യയെ രക്ഷിക്കേണ്ട അവസ്ഥയാണ്. കഷ്ടം എന്നവർ നേരിട്ട് ഋഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ അതെല്ലാം അവഗണിച്ച് ഋഷൻ ശാന്തനായി തന്റെ ജോലിയിൽ മുഴുകി. അതേസമയം ഗൗരി അവനെ അത്ഭുതത്തോടെ നോക്കി. ഋഷിൻ നൽകിയ ഹെർബൽ ടാബ്ലറ്റ് അവൾ അന്നേ കഴിച്ചിരുന്നു. എന്തിന്? അതിൽ അവൾ ഒരെണ്ണം ജിതിനും നൽകി. പക്ഷെ അത് ഋഷി സ്വയം ഉണ്ടാക്കിയതായിരുന്നു എന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ ഋഷിൻ, കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പച്ചമരുന്നുണ്ടാക്കുന്നതാണോ പഠിച്ചത്? സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചോദിച്ചു. അപ്പോഴും ഋഷിൻ അവനെ ശ്രദ്ധിക്കാതെ മരുന്ന് തയ്യാറാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ശേഷം ഋഷിൻ സിദ്ധാർത്ഥിനെയും ജിതിനെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പെട്ടെന്ന് കുറച്ച് തീ കത്തിക്കണം. നീ എന്താ കളിയാക്കാണോ? ഈ സമയത്ത് എങ്ങനെ തീ കത്തിക്കും? എന്ത് വിറക് ഇവിടെ ഉള്ളത്? സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. അതാണ് ഒരു പ്രശ്നം. വിറകിലും ഗ്യാസ് സ്റ്റൗവിലും ഇത് ചെയ്യാൻ കഴിയില്ല. ശുദ്ധമായ തീജ്വാലയിൽ മാത്രമേ ഈ ഔഷധം ഉണ്ടാക്കാൻ പാടുള്ളൂ. എങ്കിലേ അതിന്റെ ഫലം ചെയ്യൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നിങ്ങളുടെ ഷർട്ട് അഴിക്കുക. അത് ചുരുട്ടി ഒരു പന്തം പോലെ ആക്കി കത്തിക്കുക. ഋഷി നിസാരമായി പറഞ്ഞു. ഋഷി,
അവനെ തങ്ങൾ ഇത്രയും കാലം ശല്യപ്പെടുത്തിയതിന് ഇങ്ങനെ പ്രതികാരം ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നി. എന്നാ പിന്നെ നീ നിന്റെ ഷർട്ടഴിച്ച് തീ കൊളുത്ത്, എന്തിനാ ഞങ്ങളോട് പറയുന്നത്? ജിതിൻ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ ഭവിനോട് പറയാം, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ലെന്ന്. ഋഷിന്റെ സ്വരത്തിൽ നേരിയ പരിഹാസമുണ്ടായിരുന്നു. ഋഷിൻ പറഞ്ഞിട്ടും അവർ സഹായിക്കാത്തത് കണ്ട് ഭവീന്റെ മുഖം മാറിയിരുന്നു. ഋഷിനെ നോക്കി പല്ലുറുമിക്കൊണ്ട് രണ്ടുപേരും ഭവീനെ പേടിച്ച് ഷർട്ട് അഴിച്ചു. ആ മരുന്ന് ശരിക്കും തയ്യാറാക്കാൻ ഒരു തീജ്വാല ആവശ്യമാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോട്ടൺ തുണി ഉപയോഗിക്കാം. അതിവിടെ പെട്ടെന്ന് കിട്ടാൻ വഴിയില്ലാത്തതിനാലാണ് അവൻ അവരുടെ ഷർട്ട് ചോദിച്ചത്. അതുമാത്രമല്ല, ഒരു സഹജീവിയോടെന്ന മാനസിക പരിഗണനയും കൂടാതെയാണ് ഋഷിനോട് തുടക്കം മുതൽ അവർ പെരുമാറിയത്. അതവനെ നന്നായി ചൊടിപ്പിച്ചു. അവൻ ആ പ്രശ്നം പരിഹരിച്ചത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ സ്വന്തം ഷർട്ടൂരി കത്തിക്കാനും അവൻ മടിക്കില്ല. അവരുടെ ഷർട്ട് വാങ്ങി ഋഷിൻ ഒരു കമ്പിൽ കെട്ടി പന്തം പോലെയാക്കി. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയൂ. കുറച്ചു നേരം കൂടി ക്ഷമിച്ചാൽ മനസ്സിലാവും എന്താ ചെയ്യുന്നതെന്ന്. ഋഷിൻ ശാന്തമായി മറുപടി പറഞ്ഞു. ഓ, നീ ആളെ കളിയാക്കാണോ? ജിതിൻ വെറുപ്പോടെ പറഞ്ഞു. ഋഷിൻ വീണ്ടും അവരെ പാടെ അവഗണിച്ച് തന്റെ ജോലിയിൽ മുഴുകി. അവൻ ആ പന്തത്തിലേക്ക് തീ പകർന്നു. പിന്നീട് വളരെ സൂക്ഷിച്ച് ആ വേരുകൾ കത്തിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഋഷിൻ ഈ മരുന്നുണ്ടാക്കാൻ പഠിച്ചതാണ്. അത് തയ്യാറാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ഋഷിനിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥ് ടെൻഷനോടെ നിൽക്കുന്ന പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു. നീ നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ? ഇവൻ നമ്മളെയൊക്കെ പറ്റിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ ചോദിച്ചു. പ്രയാഗ് അതിന് എന്ത് മറുപടി പറയുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. പക്ഷേ പ്രയാഗ മൗനം പാലിച്ചതേയുള്ളൂ. അതുകൂടിയായപ്പോൾ സിദ്ധാർത്ഥിന് സ്വയം നിയന്ത്രിക്കാനായില്ല. അത്രയും ആളുകൾക്ക് മുന്നിൽ ഷർട്ടിടാതെ നിൽക്കുന്നത് തനിക്ക് അപമാനമായി അവൻ കണക്കാക്കി. ഋഷി, നിനക്ക് എത്ര കാലം എല്ലാവരെയും പറ്റിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. ശ്രീലക്ഷ്മിയും പ്രയാഗയൊക്കെ നിന്റെ തനിരൂപ ഒരിക്കൽ മനസ്സിലാക്കും. ഒട്ടും താമസിയാതെ തന്നെ ഭവീനും അത് മനസ്സിലാക്കും. അവൻ ദേഷ്യം കൊണ്ട് അലറി. ഋഷിൻ പൊതുവെ ഹെർബൽസും മറ്റും ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഋഷി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. പ്രയാഗ ചെറിയ ഭയത്തോടെ പറഞ്ഞു. അവൾ ആ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉള്ളതായി ചിലർക്ക് തോന്നി. എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഋഷിൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് മറ്റു ചിലർക്ക് തോന്നിയത്. അടുത്തതായി എല്ലാവരുടെയും കണ്ണ് ഇപ്പോൾ ഭവീനിലാണ്. ഇതിനോട് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ അവർ ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കി. പക്ഷേ ഭവീന്റെ മുഖത്ത് ഒരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പോഴും ആരതിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവനൊരു കല്ല് പോലെ ഇരുന്നു. ഋഷിനെ ഓർത്ത് പ്രയാഗ വിഷമിച്ചു. അപ്പോഴേക്കും ഋഷിൻ തീയിൽ കാണിച്ചുകൊണ്ടിരുന്ന വേര് പൊട്ടിച്ച് ശ്രദ്ധയോടെ നേരത്തെ തയ്യാറാക്കിയ മരുന്നിലേക്ക് ഇട്ടു. ആ നിമിഷം തന്നെ ഒരു വിചിത്രമായ ഗന്ധം അവിടെ ആകെ വ്യാപിച്ചു. ആ പച്ചമരുന്നിന്റെ സുഗന്ധം എല്ലാവരെയും ആകർഷിച്ചു. അതുവരെ അവനെ കളിയാക്കിയ എല്ലാവരും വായടച്ചു. അപ്പോ ഇത് ശരിക്കും റെഡിയായോ? അവിടെ നിലനിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരാൾ കൗതുകത്തോടെ ചോദിച്ചു. ഋഷിൻ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ആ മരുന്ന് കുറച്ചൊഴിച്ച് ഭവീന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇത് അവരെ കുടിപ്പിക്കൂ ഭവീൻ. ഡോക്ടർ നൽകുന്ന മരുന്നിനേക്കാൾ വേഗത്തിൽ ഇത് പ്രവർത്തിക്കും. അവർ പെട്ടെന്ന് സുഖപ്പെടും. താങ്ക്സ് ഋഷി. ഭവീൻ ജീവൻ തിരികെ കിട്ടിയ ഭാവത്തിൽ അതെടുത്ത് പുതപ്പിൽ മയങ്ങിക്കിടക്കുന്ന ആരതിയുടെ അടുത്തേക്ക് ചെന്നു. ഋഷിന്റെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിക്കാതിരിക്കാനാണ് ഭവീൻ ഇത്രയും സമയം മിണ്ടാതിരുന്നത്. മരുന്നിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലും ഋഷിൻ അതുണ്ടാക്കുമ്പോൾ തെറ്റ് പറ്റരുതെന്ന് അവൻ കരുതി. ആരതിയെ സുഖപ്പെടുത്താൻ ഋഷിൻ സ്വയം ഇത്തരമൊരു മരുന്ന് തയ്യാറാക്കിയെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. എല്ലാവരും അവനെ പുതിയൊരു ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. ഇനിയും അവനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് തോന്നുന്നു. ഏറെ നേരം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.